നമസ്കാരം, എല്ലാവർക്കും ഷെർലീസ് മൈക്രോ കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. കാരമൽ സിറപ്പ് ഡിസംബർ മാസങ്ങളിൽ നമ്മൾ പ്ലം കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ചേർത്ത് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് റെസിപ്പികളിൽ നമുക്ക് കാരമൽ സിറപ്പ് ചേർത്ത് കൊടുക്കാം. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് പ്രിപ്പയർ ചെയ്യാം. പക്ഷേ ഇപ്പം സ്റ്റോറുകളിൽ ഇത് വാങ്ങാൻ കിട്ടും. എന്നാലും നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അതിനുവേണ്ടി നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് 1/2 കപ്പ് പഞ്ചസാര ഒരു പാനിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഈ പഞ്ചസാര ചെറുതായിട്ട് പാൻ ഒന്ന് മൂവ് ചെയ്ത് കൊടുത്താൽ ഇതൊന്ന് പരന്ന് വരും. ഇനി നമുക്ക് തീ ഓൺ ചെയ്യാം. ഇനി ഇതിന് ശേഷം ഒരു സ്പാച്ചുല അല്ലെങ്കിൽ ഒരു തവി അങ്ങനെയുള്ള ഒരു സാധനവും ഉപയോഗിച്ചിട്ട് നമ്മളിത് ഇളക്കാൻ പാടില്ല. നമുക്ക് മനസ്സിൽ തോന്നും ഈ സൈഡൊക്കെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണമെന്ന്. പക്ഷേ ചെയ്യരുത്. നമ്മൾ കൈ കെട്ടി അനങ്ങാതെ അങ്ങോട്ട് മാറി നിന്നാൽ മതി. പഞ്ചസാര അതിൻ്റെ പണി ചെയ്തുകൊള്ളും. പതുക്കെ അതിൻ്റെ കളർ മാറി അതിങ്ങനെ ഉരുകി തുടങ്ങും. നമുക്ക് ടെൻഷനാകും, അയ്യോ വീണ്ടും ഒരു സ്പാച്ചുല വല്ലതും എടുത്തിട്ട് ഇതൊന്ന് സൈഡൊന്ന് സ്ക്രേപ്പ് ചെയ്ത് കൊടുത്താലോ. വേണ്ട, പെട്ടെന്ന് തന്നെ ഇത് അതിൻ്റെ ഉരുകുന്ന സ്റ്റേജിലേക്ക് ഇത് എത്തിക്കൊള്ളൂ. ഇപ്പം പതുക്കെ ആയിട്ടുണ്ട്. ഒരുപാട് ഹൈ ഹീറ്റിൽ വെക്കണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ മാത്രം ഇത് വെച്ചാൽ മതി. ഇപ്പോൾ പഞ്ചസാര സൈഡൊക്കെ ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞു. ആ സമയത്ത് നമുക്കൊരു തവിയോ സ്പാച്ചിലോ ഉപയോഗിച്ചിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പം ചെറിയ തിള മാത്രമേ ഉള്ളൂ. ഇനി നല്ലതുപോലെ ഇതൊന്ന് പതഞ്ഞ് തിളച്ച് വരണം. ഇപ്പോൾ പതഞ്ഞ് തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ആണെങ്കിൽ കുറച്ചാണ് ഇട്ടിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് പച്ചവെള്ളമാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പച്ചവെള്ളം ആഡ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അത് നമ്മുടെ പുറത്തേക്ക് ഇങ്ങനെ പൊട്ടിത്തെറിച്ച് വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ച് ദൂരെ നിന്നിട്ട് വേണം ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്യാൻ. വേണമെങ്കിൽ നിങ്ങൾക്കൊരു ചെറിയ ചൂടുവെള്ളം വേണമെങ്കിലും ചേർക്കാം. അങ്ങനെ ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ആ തണുപ്പ് പെട്ടെന്ന് ഒഴിക്കുമ്പോൾ ഒരുപാട് ഇങ്ങനെ സ്പ്ലാഷ് ചെയ്യാതിരിക്കാനാണ്. പക്ഷേ ഞാനിപ്പോൾ തണുത്ത വെള്ളം തന്നെയാണ് ഒഴിച്ചത്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. പെട്ടെന്ന് തന്നെ ആ ചൂടിൽ നിന്ന് മാറ്റി വെക്കണം. ഇത് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാരമൽ സിറപ്പ് റെഡിയായി. തണുക്കാനായിട്ട് മാറ്റി വെച്ചിരുന്ന കാരമൽ സിറപ്പാണിത്. നല്ല പോലെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൺസിസ്റ്റൻസി നിങ്ങൾക്കിപ്പം കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഒരു തേൻ പോലെയാണ് ഇതിങ്ങനെ വീഴുന്നത്. ചില ആൾക്കാർ ഒരു കംപ്ലൈൻറ്റ് പറയാറുണ്ട്, ഇത് പെട്ടെന്ന് അങ്ങ് കട്ടിയായി പോകുമെന്ന്. അങ്ങനെ അഥവാ നിങ്ങളുടെ കാരമൽ സിറപ്പ് കട്ടിയായി പോവുകയാണെങ്കിൽ നിങ്ങൾ എന്ത് റെസിപ്പിക്കാണോ അത് യൂസ് ചെയ്യാൻ പോകുന്നത് അതിന് മുമ്പ് ഒന്ന് അടുപ്പിലോട്ടൊന്ന് വെച്ചാൽ മതി. ഒരു 2-3 സെക്കൻഡിനുള്ളിൽ തന്നെ അത് ഉരുകി വന്നോളും. ഞാനിത് ഫ്രിഡ്ജിലാണ് സൂക്ഷിച്ച് വെക്കുന്നത്. ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിട്ട് ചിലപ്പോൾ എടുക്കുമ്പോൾ കട്ടിയാവും കേട്ടോ. അങ്ങനെയാണെങ്കിൽ ചൂടുവെള്ളത്തിലോട്ടൊന്ന് ഇറക്കി വെച്ചാൽ മാത്രം മതി. അപ്പോൾ ഇനി എല്ലാവരും കാരമൽ സിറപ്പ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മറ്റൊരു റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം ഷെർലീസ് മൈക്രോ കിച്ചൺ.